Hi friends, welcome to SHAHNAZ Easy Tips. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടേസ്റ്റിയും ഹെൽത്തിയുമായ ഒരു മുരിങ്ങയില പച്ചടിയുടെ റെസിപ്പിയുമായാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ വരുന്ന കുഞ്ഞ് ബെൽ ബട്ടണും കൂടി മറക്കാതെ ക്ലിക്ക് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം ഇതിനായി ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മുരിങ്ങയില ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നല്ല ഫ്രഷ് മുരിങ്ങയിലയാണ് എടുത്തിട്ടുള്ളത്. തണ്ടൊന്നും ഇല്ലാണ്ട് നന്നായി ഊരിയെടുത്ത് വൃത്തിയാക്കിയിട്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ചിലവരിത് അരിഞ്ഞ് ചേർക്കുന്നുണ്ടാവും തോന്നുന്നു, എനിക്ക് കറക്റ്റായി അറിയില്ല, ഞാൻ കേട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയാണ്. ഞാനിപ്പോൾ 1 ടീസ്പൂണോളം തന്നെ ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിനി ഇത് മൂടി വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ മുരിങ്ങയിലൊക്കെ കറക്റ്റായി വേവായി കിട്ടും. നമ്മളിത് നന്നായി വേവിക്കരുത്, എന്നാൽ ഇതിൻ്റെ പോഷകഗുണങ്ങൾ പോവുകയും ചെയ്യും. അതുപോലെ ഇതൊരു കയ്പ്പ് വരും. അപ്പോൾ പാകത്തിനുള്ള വേവ് എന്ന് പറയുന്നതാണ് ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 മുറി തേങ്ങ ചിരകിയതും പോലെ 1 ടീസ്പൂൺ കടുകും കുറച്ച് നല്ല ജീരകവും 10 മുളക് കൊടുത്തിട്ടുണ്ട്. ഈ മുളക് കുറച്ച് എരിവ് കുറവാണ്, അതുകൊണ്ടാണ് ഇത്ര എടുത്തേക്കുന്നത്. ഇനി ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിക്കുന്നുണ്ട്. പുളി കുറഞ്ഞ തൈര് വേണം എടുക്കാനായിട്ട്. ഇനി ഇത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഒരു 6-7 മിനിറ്റ് ആയപ്പോഴത്തേനും നമ്മുടെ മുരിങ്ങയിലൊക്കെ നന്നായി വേവായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തന്നെ മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന നമ്മുടെ ആ തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തൂമിച്ചാൽ മാത്രം മതി. അപ്പോൾ തൂമിക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലും ചൂടായി വന്നതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഒരു 2 മണി ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയൊക്കെ പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. കടുകും നന്നായി പൊട്ടി വന്നതിന് ശേഷം കറിവേപ്പില ഇട്ടിട്ട് അത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അവസാനമായി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇതാ ഇപ്പം നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായ മുരിങ്ങയില പച്ചടി ഇവിടെ റെഡിയായി വന്നിരിക്കുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് മറക്കാണ്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള സൂപ്പർ വീഡിയോസുമായി വരുന്നവരെ ബൈ ബൈ.